ഹായ് കൂട്ടുകാരെ, ലിറ്റർ അറ്റ് ഫിംഗർ ടിപ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടാലോ? നോക്കൂ, എത്ര മനോഹരമാണെന്ന്. നമുക്കിവിടെ എന്തെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പല നിറത്തിലും വലിപ്പത്തിലും ആകൃതിയിലുമുള്ള ചെടികൾ, അതുപോലെ വൃക്ഷങ്ങൾ, പച്ച പൊതിച്ച് കിടക്കുന്ന ഭൂമി, ഇതെല്ലാം കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയാണ് അല്ലേ? സോ ഇങ്ങനെയുള്ളൊരിടത്ത് നമ്മൾ കുറച്ച് സമയം ഇരുന്നാൽ നമുക്ക് വളരെ പീസ്ഫുൾ ആൻഡ് ഹാപ്പി മൂഡ് കിട്ടാനായിട്ട് സഹായിക്കും അല്ലേ? പിന്നെ എന്തെല്ലാം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കുട്ടികളെയും മുതിർന്ന ആളുകളെയും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള ഊഞ്ഞാലുകളും കളിപ്പാട്ടങ്ങളും അതുപോലെ സീസോയും എല്ലാം അവിടെ പല രീതിയിലും നിർമ്മിച്ച് വെച്ചിരിക്കുന്നു അല്ലേ? കുട്ടികളുടെ ഊഞ്ഞാലുകളും മുതിർന്ന ആളുകൾക്കിരിക്കാൻ പാകത്തിനുള്ള ഊഞ്ഞാലുകളും എല്ലാം അവിടെ നാനാവിധത്തിൽ നിർമ്മിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പലയിടങ്ങളിലായിട്ട് ഫാമിലിയായിട്ട് വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സിറ്റിംഗ് സൗകര്യവും കാണാനായിട്ട് സാധിക്കും. ബെഞ്ചുകളും അതുപോലെയുള്ള സൗകര്യങ്ങളും അവിടെ സുലഭമാണ്. സോ ഓവറോൾ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? ഹാപ്പി ആൻഡ് സെറീനാണ്. നമുക്ക് വളരെ മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും അതുപോലെ സന്തോഷവും തരുന്ന നല്ലൊരു അന്തരീക്ഷമാണ് ഈ ഒരു പാർക്കിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഹായ് കൂട്ടുകാരെ, ലിറ്റർ അറ്റ് ഫിംഗർ ടിപ്സിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു കുഞ്ഞ് ഏണിയാണ് കേട്ടോ, കുട്ടികൾക്കായി നിർമ്മിച്ചിരിക്കുന്നതാണ്. ഞാനും അതിലൊന്ന് കയറി, പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഓരോ ചവിട്ടുപടിയും ചവിട്ടി കയറാനായിട്ട്. എന്നാലും ഞാനതിൻ്റെ മുകളിൽ കയറുക തന്നെ ചെയ്തു. ഈ പാർക്കിൽ അങ്ങിങ്ങായിട്ട് ഒരുപാട് പ്രതിമകൾ മൃഗങ്ങളുടെയും മറ്റും നിർമ്മിച്ച് വച്ചിരിക്കുന്നു. പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇംപ്രസീവായി തോന്നിയത് ഇവിടെ നമുക്കൊരു വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിനിയെയും കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ? എനിക്ക് ഈ ഒരു പാർക്ക് വളരെ ഹൃദയസ്പർശിയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന ഒരു പാർക്ക് കൂടെയാണ്. ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഇടമാണ്. ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ ദിവസവും വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ ധാരാളം വൃക്ഷങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയും വളരെ ശാന്തമായ ഉൾപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കായതുകൊണ്ട് തന്നെയും വളരെ നല്ലൊരു ആംബിയൻസ്, വളരെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക് അവിടെ നിന്നും ഫീൽ ചെയ്തത്. നല്ലൊരു കൂൾ ബ്രീത്തിങ്, നല്ലൊരു കൂൾ അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്കവിടെ കിട്ടുന്നു. നമുക്ക് പ്രകൃതിയെ ഏറ്റവും അടുത്ത് അറിയാനായിട്ടും അടുത്തിടപഴകാനായിട്ടും ഇവിടെ ഇരിക്കുമ്പോൾ സാധിക്കുന്നു. കാരണം ചുറ്റും ഒരുപാട് മരങ്ങളുള്ളത് കൊണ്ട് തന്നെയും ഒരുപാട് പക്ഷികൾ അവിടെ ഇവിടെയായി ഇരുന്ന് നല്ല മധുരമുള്ള പാട്ടുകൾ, ഇമ്പമുള്ള കാതിന് കേൾക്കാൻ ഇമ്പമുള്ള നല്ല പാട്ടുകൾ നമുക്ക് അവിടെ ഇരുന്ന് ആസ്വദിക്കാനും അതുപോലെ പുഴ ഒഴുകുന്നതിൻ്റെ ആ ഒരു കളകള ആരവം ആസ്വദിക്കാനും നല്ല കൂളായിട്ടുള്ള വിൻഡ് ആസ്വദിക്കാനും എല്ലാം നമുക്കിവിടെ സാധിക്കുന്നു. ഇവിടം ധാരാളം വൃക്ഷങ്ങളുള്ളത് കൊണ്ട് തന്നെയും ഒത്തിരി സുഗന്ധമുള്ള പൂക്കളുടെ നല്ല സ്വീറ്റ് ഫ്രാഗ്രൻസും അതുപോലെ നല്ല ഫ്രഷ് ഓക്സിജൻ്റെ സുലഭമായ ലഭ്യതയും കൊണ്ട് നമുക്കവിടെ ഒരു സ്വർഗീയമായ ഒരു ഫീലായിരുന്നു അവിടെ സ്പെൻഡ് ചെയ്ത അല്പസമയം ആണെങ്കിൽ പോലും നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചത്. നമ്മളെല്ലാവരും, കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ എല്ലാവരും പാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അല്ലേ? നമ്മളെപ്പോഴാണ് പാർക്കിൽ പോകുന്നത്? നമ്മളുടെ ഒഴിവു സമയങ്ങൾ നമ്മുടെ ഫാമിലിയോടൊപ്പം മാക്സിമം ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അല്ലേ?
place for love, said by Robert Lee Frost. We already said that. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഭൂമി എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് നമുക്ക് പ്രണയിക്കാൻ അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാൻ. The picture shows a beautiful park with a happy family in the center. നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ തന്നിരിക്കുന്ന ആ ഒരു ഫോട്ടോ, ആ ഒരു പിക്ചർ, അതെന്താണ്? അതൊരു ഫാമിലി ഫോട്ടോയാണ്. ആ ഫാമിലി എവിടെയാണ് ഇരിക്കുന്നത്? ഒരു പാർക്കിൻ്റെ സെൻറ്ററിലാണ് അല്ലേ? അതിൽ നമുക്ക് ആരെയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്? അച്ഛൻ, അമ്മ, അതുപോലെ ഒരു കുട്ടി ഒരു ബെഞ്ചിൽ ഇരിക്കുന്നതായിട്ട്. Earth is the right place for love, said by Robert Lee Frost, an American poet. Here we can see one picture that shows a park and the surroundings. The picture shows a beautiful park with a happy family in the center. The father, mother and child are sitting on the bench. They are happy and smiling. The park is surrounded by tall green plants and beautiful flowers. A big tree stands tall in the background, providing shade and shelter. Some children are playing on the ground, laughing and enjoying themselves. Toys, swings and slides can be seen. A mother bird is perched on a nearby branch, talking to her baby birds. The birds are chirping and flapping their wings, adding to the lively atmosphere. The park is filled with the sweet scent of blooming flowers and the gentle rustling of leaves. The sun is shining down, casting a warm glow over the scene. The members of the family on the bench are enjoying each other's company, talking in the sights and sounds of the park. Some children are seen playing on the ground. The mother bird is devoted to her babies, keeping them safe and happy. Warmth of life. ഫസ്റ്റ് യൂണിറ്റിൽ നമ്മുടെ കവർ പേജ് തന്നെ എന്താണ്? ഒരു പാർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അതിൽ സെൻറ്ററിൽ ഒരു ഫാമിലി ഇരിപ്പുണ്ട്. അതിൻ്റെ തീം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ പാർക്കാണ്. അതുപോലെ അതിൻ്റെ താഴെ തന്നിരിക്കുന്ന ഒരു ബൈലൈൻ എന്താണ്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ആരാണത് പറഞ്ഞത്? റോബർട്ട് ലീ ഫ്രോസ്റ്റ് ആണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഭൂമി എന്ന് പറയുന്നത് സ്നേഹിക്കാൻ അല്ലെങ്കിൽ പ്രണയിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് എന്നത്. ഈ പിക്ചറിൽ നമുക്ക് വളരെ മനോഹരമായൊരു പാർക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു സന്തോഷകരമായ ഒരു അറ്റ്മോസ്ഫിയർ, അതിൻ്റെ സെൻറ്ററിൽ ഒരു സന്തോഷപൂരിതമായ അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു ഫാമിലി ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ എത്ര മെമ്പേഴ്സ് നമുക്ക് കാണാം? അച്ഛൻ, അമ്മ, കുട്ടി എന്നിവരെയുള്ള അല്ലേ? അപ്പോൾ ഈ ഒരു ഫാമിലി ഒരു ബെഞ്ചിൽ പാർക്കിൻ്റെ മധ്യത്തിലിരിക്കുന്നു. അവരെന്ത് ചെയ്യുകയാണ്? അവർ വളരെ സന്തോഷത്തിലാണ്. അതുപോലെ അവർ സ്മൈൽ ചെയ്യുന്നുണ്ട്. ഇനി ആ പാർക്കിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ചുറ്റുവട്ടത്തേക്ക് നോക്കുകയാണെങ്കിൽ, ആ പാർക്ക് ടോൾ ഗ്രീൻ പ്ലാന്റ്സ് കൊണ്ടും ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് കൊണ്ടും സറൗണ്ടഡ് ആണ്. ആ പാർക്കിൻ്റെ ചുറ്റുവട്ടം എങ്ങനെയാണ്? നല്ല ഉയരം ചെന്ന വൃക്ഷങ്ങളും അതുപോലെ കളർഫുള്ളായിട്ടുള്ള എന്താണ് ഫ്ലവേഴ്സും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ടോളായിട്ടുള്ള ഗ്രീൻ പ്ലാന്റ്സ്, ചെടികൾ അല്ലെങ്കിൽ വൃക്ഷങ്ങൾ, ടോളായിട്ടുള്ള പച്ചപ്പുള്ള
ഗ്രീൻ പ്ലാന്റ്സ് കൊണ്ടും അതുപോലെ വൃക്ഷങ്ങൾ കൊണ്ടും കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് കൊണ്ടും ഈ ഒരു പാർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നു അല്ലേ? പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാക്ക്ഗ്രൗണ്ടിൽ വലിയ ടാൾ ട്രീസ് നിൽക്കുന്നത്, നല്ല ഉയരം ചെന്ന വൃക്ഷങ്ങൾ നിൽക്കുന്നത്. അത് എന്ത് തരുന്നു? അവിടെ വരുന്ന ആളുകൾക്കും അതുപോലെ മറ്റ് ജീവജാലങ്ങൾക്കും എന്താണ് താമസവും അതുപോലെ തണലും തരുന്നു. പിന്നെ നമുക്ക് എന്തെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത്? കുറച്ച് കുട്ടികൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കളിക്കുന്നതും ചിരിക്കുന്നതും അവർ പരസ്പരം എൻജോയ് ചെയ്യുന്നതുമെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ കുറേ ടോയ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടോയ്സും സ്വിങ്സും സ്ലൈഡ്സും എല്ലാം അവിടെ നിറഞ്ഞിരിക്കുന്നു. നമ്മൾ കാണുന്ന മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു മദർ ബേർഡാണ്, ഒരു അമ്മക്കിളി. അതൊരു നിയർ ബൈ ബ്രാഞ്ചിലിരിപ്പുണ്ട്. അതിൻ്റെ കുഞ്ഞു കുട്ടികളോട് സംസാരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട്. അതുപോലെ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റുവട്ടത്തുള്ള അത് ചേർപ്പിങ്ങും ഫ്ലാപ്പിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചിറകടിച്ചും അതുപോലെ അത് ചില മധുരമുള്ള സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തും എല്ലാം ചുറ്റുവട്ടത്തെ ബ്രാഞ്ചസിൽ ഇരിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇതെല്ലാം കാണിക്കുന്നത് ആ പാർക്കിൻ്റെ ഒരു ലൈവ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. മാത്രവുമല്ല ആ പാർക്ക് എങ്ങനെയായിരുന്നു? അവിടെ വിരിഞ്ഞു വരുന്ന അല്ലെങ്കിൽ ബ്ലൂമിംഗ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ നല്ല ഫ്രാഗ്രൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സോ നല്ല സ്വീറ്റ് സെൻറ്റ് ഓഫ് ബ്ലൂമിംഗ് ഫ്ലവേഴ്സ് അവിടെയെല്ലാം പരന്നിരിക്കുന്നു. സോ ഈ പാർക്ക് എങ്ങനെയാണ്? അവിടെയുള്ള ഫ്ലവേഴ്സ് എല്ലാം വിരിഞ്ഞ് നല്ല സുഗന്ധപൂരിതമായിരിക്കുന്നു. മാത്രവുമല്ല സൂര്യൻ ഏകദേശം അസ്തമിക്കാറാവുകയാണ്. അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ കാം ആൻഡ് ക്വയറ്റായി വരികയാണ്. അതുപോലെ ആ ബെഞ്ചിലിരിക്കുന്ന ആ ഒരു ഫാമിലി പരസ്പരം ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പാർക്കിൻ്റെ ഓവറോൾ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പീസ്ഫുള്ളും സെറീനുമാണ്. അതുപോലെ വളരെ എൻജോയബിളും കണ്ടൻമെൻറ്റ് നിറഞ്ഞതുമായിരുന്നു. അതായത് വളരെ ഹാപ്പി ആൻഡ് പീസ്ഫുള്ളായിരുന്നു എന്നർത്ഥം. സോ പാർക്കിൻ്റെ ഓവറോൾ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? വളരെ കാം ആൻഡ് ക്വയറ്റ് ലവ്ലി ഒരു അറ്റ്മോസ്ഫിയറാണ്, വാം അറ്റ്മോസ്ഫിയറാണ്. എല്ലാവരും വളരെ എൻജോയ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഓവറോൾ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ്? പീസ്ഫുള്ളും സെറീനുമാണ്. അതുപോലെ നമുക്ക് അതിൽ സന്തോഷവും സംതൃപ്തിയും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നിരിക്കുന്ന പിക്ചർ വളരെ ഭംഗിയുള്ള ഒരു പിക്ചറാണ്. അത് ആ പാർക്കിൻ്റെ ഓവറോൾ ബ്യൂട്ടിയെ ഒപ്പിയെടുത്ത് നമുക്ക് വരച്ച് കാണിച്ചിരിക്കുകയാണ് അല്ലേ? എന്താണത്? ബ്യൂട്ടി ഓഫ് നേച്ചറാണ്. അതുപോലെ ഒരുമിച്ചിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഫൈനസ്റ്റ് എക്സാമ്പിളാണ് ആ ബെഞ്ചിലിരിക്കുന്ന ഫാമിലി അല്ലെങ്കിൽ ആ ബ്രാഞ്ചിലിരിക്കുന്ന ബേർഡ്സും അതിൻ്റെ നെസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി, റൈറ്റ്? സോ ഈ ഒരു ആംബിയൻസ് നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താണ്? ലവ് ആൻഡ് കെയർ ആണ്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഈ കോട്ട് എവിടെ നിന്നും എടുത്തതാണ്? നമ്മുടെ പ്രശസ്ത റൈറ്ററായിട്ടുള്ള പോയറ്റായിട്ടുള്ള പ്രശസ്തനായ അമേരിക്കൻ പോയറ്റായിട്ടുള്ള റോബർട്ട് ലീ ഫ്രോസ്റ്റിൻ്റെ ബർച്ചസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയറ്റിൽ നിന്നും എടുത്തിട്ടുള്ള ലൈൻസാണ്. എർത്ത് ഇസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഓക്കെ, താങ്ക് യു ഓൾ. നോട്ട്സ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നോട്ട്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കമ്മിങ് സ്ലൈഡ്സിൽ നോട്ട്സ് വരുന്നുണ്ട്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുമല്ലോ. സോ
എന്താണ് വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റ് അർത്ഥമാക്കുന്നതെന്നും എന്താണ് ആ ഒരു പാർക്കിലിരിക്കുന്ന ആ ഒരു ഫാമിലിയുടെ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു പാർക്കിൻ്റെ ആ ഒരു പിക്ചർ അത് അർത്ഥമാക്കുന്നതെന്നും എന്താണ് അതിൻ്റെ താഴെ തന്നിരിക്കുന്ന അമേരിക്കൻ പോയറ്റായിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ലൈനായ എർത്ത് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ ലവ് അർത്ഥമാക്കുന്നത് എന്നും എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വരും ദിവസങ്ങളിൽ ബാക്കി പാഠഭാഗങ്ങൾ കൂടെ ഉൾപ്പെടുത്തി കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റായി കിട്ടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുമല്ലോ. ഒപ്പം ബെൽ ബട്ടൺ അമർത്താനും മറക്കില്ലല്ലോ. നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റായി കിട്ടുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. ബർച്ചസ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പോയമാണ്. റോബർട്ട് ഫ്രോസ്റ്റ് എഴുതിയ വളരെ നീളമേറിയ ഒരു കവിതയാണ്. സോ അതിൽ ഒരു സിംഗിൾ ലൈൻ മാത്രമാണ് എർത്ത് ഈസ് ദി റൈറ്റ് പ്ലേസ് ഫോർ ലവ് എന്ന് പറയുന്നത്. ഈ പോയം കംപ്ലീറ്റായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു.